നമസ്കാരം. യുഎസും നൈജീരിയൻ സേനയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലൂടെ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഭീകര സംഘടനയായ ഐസിസ്. ഐഎസിന്റെ മുതിർന്ന നേതാവും കൊടും ഭീകരനുമായ അബു ബിലാൽ അൽ മിനുഗിയെ വധിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നൈജീരിയൻ മണ്ണിൽ വെച്ച് അമേരിക്കൻ സൈന്യവും നൈജീരിയൻ സായുധ സേനയും സംയുക്തമായി നടത്തിയ അതീവ സങ്കീർണവും ആസൂത്രിതമായ സൈനിക നീക്കത്തിലൂടെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തന രീതികളെയും തന്ത്രങ്ങളെയും ആധുനികവൽക്കരിച്ചതിന് പിന്നിലെ പ്രധാന തലച്ചോറുകളിലൊന്നായിരുന്നു ഇയാൾ. ആഗോളതലത്തിൽ ഐസിസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഭീകരനാണ് ഇയാൾ. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സാധാരണക്കാർക്കെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും തീവ്രവാദ ശൃംഖലകൾ വ്യാപിപ്പിക്കുന്നതിലും ഇയാൾ സജീവമായി ഇടപെട്ടിരുന്നു. സെനഗൽ, മൗറിറ്റാനിയ, മാലി, ബുർക്കിന ഫാസോ, നീഷർ, നൈജീരിയ, ചാഡ്, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സാഹിൽ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാൾ പ്രധാനമായും തൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്നത്. പിടിയിലാകാതിരിക്കാൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിരന്തരമായ ശ്രമങ്ങളിലൂടെയാണ് കണ്ടെത്തി വധിച്ചത്. ജലാശയങ്ങളും ചതുപ്പ് നിലങ്ങളും നിറഞ്ഞ പ്രദേശത്തായിരുന്നു ഈ കൊടും ഭീകരൻ്റെ ഒളിത്താവളം. നൈജീരിയയ്ക്ക് പുറത്തുള്ള IS ഘടകങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഡ്രോണുകളും നിർമ്മിക്കുന്നതിൽ ഇയാളാണ് മുഖ്യ നിർദ്ദേശം നൽകിയിരുന്നത്. 1982 നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്താണ് അബു ബിലാൽ അൽ മിനുഗി ജനിച്ചത്. 2023 ജൂൺ 8 മറ്റൊരു ഐസിസ് ഭീകരനായ അബ്ദുള്ള മക്കി മുസ്ലിഹ് അൽ റുഫായിക്കൊപ്പം അമേരിക്ക ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയായിരുന്നു. മുൻ ബൈഡൻ ഭരണകൂടമാണ് ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത്. 2018 വടക്കിഴക്കൻ നൈജീരിയയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്ന് 100-ലധികം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായും ബന്ധപ്പെട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. ബോക്കോ ഹറാം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ള മിനുക്കി ഈജിപ്തിലെ IS ആഫ്രിക്കൻ പ്രവർത്തനങ്ങളുടെ പ്രധാന കണ്ണിയായിരുന്നു. 2018 ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസ് മേധാവി മമൻ നൂർ കൊല്ലപ്പെട്ടത് മുതൽ അൽ മിനുക്കി ഐസിസിനുള്ളിൽ ഒരു പ്രാദേശിക കമാൻഡ് പദവി വഹിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഐസിസുമായി സഖ്യത്തിലായിരുന്ന ബോക്കോ ഹറാം എന്ന ഭീകര സംഘടനയിലെ പ്രധാന വ്യക്തിയായിരുന്നു നൂർ. അൽ മിനുക്കിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുൻപും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. മുൻപ് ഇയാൾ പലതവണ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2024 തുടക്കത്തിൽ നൈജീരിയൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ അൽ മിനുക്കി കൊല്ലപ്പെട്ടതായി ചില സൈനിക സ്രോതസ്സുകൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇയാൾ ആഫ്രിക്കയിൽ ഒളിച്ചു താമസിച്ച് ഭീകരപ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. പിന്നീട് US നൈജീരിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇയാളുടെ സാന്നിധ്യവും പങ്കും കൃത്യമായി സ്ഥിരീകരിച്ച ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം വമ്പൻ സംയുക്ത സൈനിക നീക്കത്തിലൂടെ ഇയാളെ വധിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ നൈജീരിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള തീവ്രവാദികളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഉടനീളം വ്യാപിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖയ്ദ അനുബന്ധ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നൈജീരിയൻ സൈന്യത്തിന് പരിശീലനവും രഹസ്യാന്വേഷണ പിന്തുണയും നൽകുന്നതിനായി US ഡ്രോണുകളും 200-ലധികം സൈനികരെയും വിന്യസിച്ചിരുന്നു. US സൈന്യം യുദ്ധരംഗത്ത് നേരിട്ട് പങ്കെടുക്കാത്ത ഒരു ചുമതലയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ വർഷം ആദ്യം നൈജീരിയൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. യാതൊരു വീഴ്ചകളുമില്ലാതെ നടപ്പിലാക്കിയ ഒരു കൃത്യതയാർന്ന ആക്രമണമാണ് ഇപ്പോൾ ഈ കൊടും ഭീകരന്റെ വധമെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കിയതെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല. അൽ മിനുകിയുടെ വധം ഐസിസിനെ ദുർബലപ്പെടുത്തുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്.